നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിശദീകരിച്ച് പിണറായി. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമെങ്കിൽ വീണ്ടും സർവകക്ഷി യോഗം വിളിക്കും. അക്രമങ്ങൾ നടത്തുന്നതിൽ നിന്ന് RSS പിന്മാറണം. BJP ദേശീയ നേതാക്കളുടെ ഭീഷണിയെ ഒരു തരത്തിലും ഭയക്കുന്നില്ലെന്നും പിണറായി. മുഖ്യമന്ത്രിയുടെ പ്രതികരണം. റേഷൻ പ്രതിസന്ധിയിൽ പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വെട്ടിക്കുറച്ച ധാന്യവിഹിതം പുനഃസ്ഥാപിക്കാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതായും പിണറായി വിജയൻ. ആളിക്കത്തിയ ജല്ലിക്കെട്ട്. പ്രക്ഷോഭങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും നടുവിൽ ജല്ലിക്കെട്ട് ബിൽ പാസാക്കി തമിഴ്നാട് നിയമസഭ. മുഖ്യമന്ത്രി O. പനീർശെൽവം അവതരിപ്പിച്ച ബിൽ ഓർഡിനൻസ് ആയത് അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ. തടസ്സം നീങ്ങിയതിനെ തുടർന്ന് മറീന ബീച്ചിലെ സമരം പിൻവലിച്ച് പ്രതിഷേധക്കാർ. അതേസമയം തമിഴ്നാട്ടിൽ രാവിലെ നടന്ന ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിനിടെയുണ്ടായത് വ്യാപക സംഘർഷം. പോലീസ് നടപടിയെ തുടർന്ന് ചെന്നൈയിലെ ഐസ് ഹൌസ് പോലീസ് സ്റ്റേഷൻ തീയിട്ട് സമരക്കാർ. പലയിടങ്ങളിലും പോലീസിനു നേരെ കല്ലേറ്. സ്റ്റേഷൻ തീയിട്ട സംഭവത്തിൽ 25 പേർ അറസ്റ്റ്. സമരക്കാർക്ക് നേരെയുള്ള പോലീസ് നടപടിയെ വിമർശിച്ച് മദ്രാസ് ഹൈക്കോടതി. സമരം സമാധാനപരമായിരുന്നില്ലേ എന്ന ചോദ്യം. സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞുകയറി അക്രമം നടത്തിയെന്ന് സർക്കാരിന്റെ മറുപടി. സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് സിനിമാ താരം രജനീകാന്തും. സമരക്കാർ പ്രക്ഷോഭം അവസാനിപ്പിക്കണം. അക്രമങ്ങൾ വേദനാജനകമെന്നും പ്രതികരണം. അഴിമതിയെന്ന് ആന്റണി. വിദ്യാഭ്യാസ മേഖല അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് AK ആന്റണി. സ്വാശ്രയ രംഗത്തും എയ്ഡഡ് മേഖലയിലും നടക്കുന്നത് വൻ അഴിമതി. വിജിലൻസിന്റെ പ്രവർത്തനം ക്യാമ്പസുകളിൽ നിന്ന് ആരംഭിക്കണം. ചില മാനേജ്മെന്റുകൾ നടത്തുന്നത് പിടിച്ചുപറിയെന്നും ആന്റണി. വിദ്യാഭ്യാസ മേഖലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്തത്. ക്യാമ്പസുകൾ ജാതിമത വർഗീയതയുടെ കേന്ദ്രമായി മാറി. എന്നാൽ ഗുരുവിന്റെ കസേര കത്തിക്കുന്ന സംഘടനാ പ്രവർത്തനം കാടത്തമെന്നും എറണാകുളത്ത് നടന്ന AC ജോസ് അനുസ്മരണ സമ്മേളനത്തിൽ ആന്റണിയുടെ വിമർശനം. സിൻഹയ്ക്കെതിരെ അന്വേഷണം. കൽക്കരിപ്പാടം അഴിമതി കേസിൽ മുൻ CBI ഡയറക്ടർ രഞ്ജിത്ത് സിൻഹയ്ക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. സുപ്രീം കോടതി നടപടി കേസ് അന്വേഷണത്തിൽ സിൻഹ സ്വാധീനം ചെലുത്തിയെന്ന അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കൽക്കരി അന്വേഷണം അട്ടിമറിക്കാൻ സിൻഹ ശ്രമിച്ചുവെന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലായെന്ന് കോടതി. അന്വേഷണ സംഘത്തെ എത്രയും വേഗം തീരുമാനിച്ചറിയിക്കാൻ CBI ഡയറക്ടർക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ വിശ്വാസത്തിലെടുക്കണമെന്നും സുപ്രീം കോടതി. പരാതിയിൽ തെളിവ് തേടി. വിദ്യാർത്ഥി സമരം തുടരുന്നതിനിടെ തിരുവനന്തപുരം ലോ അക്കാദമിയിൽ സർവകലാശാല ഉപസമിതിയുടെ തെളിവെടുപ്പ്. വിദ്യാർത്ഥികൾക്ക് രേഖാമൂലം പരാതി നൽകാമെന്ന് സിൻഡിക്കേറ്റ് കമ്മിറ്റി. അതേസമയം പ്രിൻസിപ്പലിനെ മാറ്റിയുള്ള ഒരു ഒത്തുതീർപ്പും നടക്കില്ലെന്ന് അക്കാദമിക് ഡയറക്ടർ കോലിക്കോട് നാരായണൻ നായർ. ക്ലാസ് മുറികളിൽ ഒഴികെ ക്യാമ്പസിലെ മുഴുവൻ നിരീക്ഷണ ക്യാമറകളും മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച വിദ്യാർത്ഥികൾ. ഇന്റേണൽ മാർക്ക് നൽകുന്നതിൽ പ്രിൻസിപ്പൽ കടുത്ത വിവേചനം കാട്ടുന്നതായും ആക്ഷേപം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2770 രൂപ, പവൻ 22,160 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.